ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 170. തിരുവചന ജപമാലയിലും സാധാരണ ജപമാലയിലും നാം മരിച്ചവരെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. അപ്പോൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മരണത്തിന് ശേഷമുള്ള ജീവിതം എങ്ങനെയാണ്, അതിൽ ഓരോ മറ്റ് മതങ്ങളുടെ സങ്കല്പങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വളരെ ചെറിയ തോതിലൊന്ന് ചർച്ച ചെയ്തു പോയി. ക്രൈസ്തവ സങ്കല്പം തമ്മിൽ അത് വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് വ്യത്യാസം എന്നൊക്കെ മുമ്പ് ഒരിക്കൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ധ്യാന പരമ്പരയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മളത് വീണ്ടും ചർച്ച ചെയ്യുകയാണ്. അതിലേക്ക് എത്തുന്നതിന് മുൻപ് ക്രൈസ്തവ വിശ്വാസം എന്താണ്, ഞാൻ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഇസ്ലാമിലെ വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് അറിയാൻ നമുക്ക് ഒരു സംസ്കാരം കൂടി, അതായത് പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിലും ഗ്രീക്ക് സംസ്കൃതിയിലും എന്താണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് അറിഞ്ഞാലാണ് അതിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസമുള്ള അന്തരം അറിയാൻ പറ്റും. ആത്മാവിന് സ്വയമേവ അമരത്വമുണ്ടെന്നും ഒരാളുടെ മരണശേഷം അയാളുടെ ആത്മാവ് ആണ് അമരത്വം പ്രാപിക്കുന്നതെന്നുമാണ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. പൗലോസ് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതുന്നത്. യോഹന്നാനും മർക്കോസും മത്തായിയൊക്കെ ഗ്രീക്കിലാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷ ഒരു സംസ്കൃതിയുടെ പ്രകാശനമാണല്ലോ. ഭാഷ വെറും ആശയ സംവേദനത്തിന് വേണ്ടിയല്ല ഭാഷ, ഒരു സംസ്കൃതിയുടെ പ്രകാശനമാണ് ഭാഷ. അപ്പോൾ ഗ്രീക്ക് സംസ്കൃതിയിൽ ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് ആത്മാവിന് സ്വയമേവ അമരത്വമുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ഇങ്ങനെ അമരത്വം പ്രാപിക്കും. ശരീരം നശിച്ചു പോകും, ആത്മാവ് അമരത്വം പ്രാപിക്കും. ഇതാണ് അമരത്വം പ്രാപിക്കുക വെച്ചാൽ ആത്മാവിന് മരിക്കാൻ പറ്റില്ല. അപ്പോൾ ശരീരം മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് ആ ശരീരത്തിൽ പോകും, ആത്മാവ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഗ്രീക്കുകാർ വിചാരിച്ചിരുന്നത്. ഇത് തന്നെയാണ് ക്രൈസ്തവരുടെ വിശ്വാസമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്കർക്കെതിരെ തിരിഞ്ഞത്. ഈ ഗ്രീക്ക് സംസ്കൃതിയിലെ അതേ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം എന്നാണ് പ്രൊട്ടസ്റ്റന്റുകാർ വിചാരിക്കുന്നത്, ഇന്നും കുറേ പേര് വിചാരിക്കുന്നത്. വാസ്തവത്തിൽ പ്രൊട്ടസ്റ്റന്റുകാർക്ക് തെറ്റുപറ്റിയത് ഈ ഗ്രീക്ക് സംസ്കൃതിയാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് തെറ്റിദ്ധരിച്ചതാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആത്മാവിൻ്റെ അമരത്വത്തിലല്ല, ആളുടെ ഉയർപ്പിലാണ്. ഞാനൊന്ന് ആവർത്തിക്കുക, നിങ്ങൾക്ക് തോന്നും ഇല്ലെന്താ വ്യത്യാസം ചിലപ്പോൾ തോന്നും. ആത്മാവിൻ്റെ അമരത്വത്തിലല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, ആളുടെ ഉയർപ്പിലാണ്. അതായത് മരിച്ചവർ ദൈവത്തിൻ്റെ ശക്തിയാൽ, ആത്മാവിന് സ്വയമേവ അമരത്വമുള്ളത് കൊണ്ടല്ല, മരിച്ചവർ ദൈവത്തിൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കപ്പെടുമെന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. ആരുയർപ്പിക്കപ്പെടും? മരിച്ചവരുടെ ആത്മാവല്ല, മരിച്ച ആള്. നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ക്രിസ്തുധർമ്മ പ്രവേശിക 441 ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകമാണ്. ക്രിസ്തുധർമ്മ പ്രവേശിക, ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്നാണ്. ആ പുസ്തകം വായിച്ചപ്പോഴാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ജോസഫ് റാറ്റ്സിംഗർ എന്ന കർദിനാളിനെ വത്തിക്കാനിൽ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായി നിയമിച്ചത്. 82 തോന്നുന്നു. അപ്പോൾ അന്ന് തൊട്ട് 2005 മാർപ്പാപ്പയാകുന്നത് വരെ കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘത്തിന് തലവനായിരുന്നു ഈ ജോസഫ് റാറ്റ്സിംഗർ. അദ്ദേഹം 1968 എഴുതിയ പുസ്തകമാണ് ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി. വിശ്വാസ പ്രമാണത്തിൽ 12 വകുപ്പുകളുടെ വ്യാഖ്യാനമാണത്. നമുക്കത് മലയാളത്തിൽ ഞാനത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ ക്രിസ്തുധർമ്മ പ്രവേശിക 441 വായിച്ചാൽ ഇതേക്കുറിച്ച് അവിടെ വിശദമായിട്ട് അറിയാം. ആണൊരു ബിബ്ലിയയിൽ കിട്ടും പുസ്തകം. മരിച്ചവരുടെ ആത്മാവുകൾ മാത്രം ഉയർപ്പിക്കപ്പെടുമെന്നല്ല ക്രൈസ്തവ വിശ്വാസം, മരിച്ചവർ ആ ആള് തന്നെ ഉയർപ്പിക്കപ്പെടുമെന്നാണ്. അപ്പൊ നമുക്ക് വീണ്ടും ചോദിക്കാം, അപ്പൊ എന്താണ് ഈ ഗ്രീക്ക് വിശ്വാസങ്ങളും ക്രൈസ്തവ വിശ്വാസം തമ്മിലുള്ള അന്തരം? മനുഷ്യനെക്കുറിച്ചുള്ള ഗ്രീക്ക് സങ്കല്പം അറിഞ്ഞാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. 2 വൈദേശികമായ സത്തകൾ, നശ്വരമായ ശരീരവും അനശ്വരമായ ആത്മാവും യോജിച്ചാണ് മനുഷ്യനുണ്ടാകുന്നത് എന്നാണ് ഗ്രീക്ക് സങ്കല്പം. ഞാൻ ഒന്നുകൂടി പറയാം. 2 വൈദേശികമായ സത്തകൾ, വൈദേശികമായ സത്തകൾ, നശ്വരമായ ശരീരം, അനശ്വരമായ ആത്മാവ്, ഇത് രണ്ടും യോജിക്കുന്ന കുറച്ച് നാളത്തേക്ക്. അപ്പം മനുഷ്യനുണ്ടായി. ശരീരം നശിക്കുമ്പോൾ ആത്മാവ് മറ്റൊരു ഉണ്മയുമില്ലാതെ, മറ്റൊരു യാഥാർത്ഥ്യമില്ലാതെ സ്വതന്ത്രമായി അസ്തിത്വത്തിൽ തുടരുന്നു. തീർത്തും അന്യമായ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പോഴാണ് അത് സത്യത്തിൽ സ്വതന്ത്രമാകുന്നതെന്നും അതിന് തനിമയാർന്ന അസ്തിത്വം ലഭിക്കുന്നതെന്നും ഗ്രീക്കുകാര് യവനര് കരുതി.
നാം വസ്ത്രം മാറുന്നത് പോലെ ദേഹത്തെ മാറുന്നുവെന്നാണ് ഹിന്ദുക്കളും പറയുന്നത്. അപ്പൊ ഈ ഗ്രീക്കുകാരുടെ അതേ വിശ്വാസമാണ് ഹിന്ദു സഹോദരന്മാരുടേത്. ഇങ്ങനെയല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. എന്താണ് ക്രൈസ്തവ വിശ്വാസം പറയുന്നതിന് മുൻപ് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ഞാനൊരു സംഭവം പറയാം. അപ്പൊ കുറച്ചുകൂടി എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. ഗ്രീക്കുകാരെന്താണ് വിശ്വസിക്കുന്നത്, ക്രൈസ്തവർ എന്താണ് വിശ്വസിക്കുന്നത് മനസ്സിലാക്കാൻ ഞാൻ ഒരു സംഭവം അവരോട് താരതമ്യം ചെയ്ത ഒരു ക്രൈസ്തവ സംഭവം പറയാം. സോക്രട്ടീസിന്റെ മരണം, നല്ല ചില ചിത്രങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച്. സോക്രട്ടീസിനെ കൊല്ലണമെന്ന് ഏഥൻസിലെ കൗൺസിൽ തീരുമാനിക്കുകയാണ്. എന്താണ് പ്രശ്നം? അദ്ദേഹം യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നാണ് പറയണേ. എന്താണ് യുവാക്കളെ വഴിതെറ്റിക്കുന്നു പറയുന്നത്? അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദേവന്മാരുടെയും ദൈവന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ അതൊന്നും ആരാധിക്കേണ്ട, ശരിക്കുള്ള ദൈവം വരാനിരിക്കുന്നേ ഉള്ളൂ. അത് യുവാക്കൾ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടുത്തെ സിറ്റി കൗൺസിൽ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ റഫറൻഡം എടുത്തു, ഒരു ജനഹിത പരിശോധന എടുത്തു. ഭൂരിപക്ഷം ആൾക്കാരും ഈ സോക്രട്ടീസിനെ കൊല്ലണമെന്ന് എഴുതി കൊടുത്തു. അങ്ങനെ കൊല്ലാനായിട്ട് ഒരു മനുഷ്യനെ ഏർപ്പാട് ചെയ്തു. അപ്പോൾ സോക്രട്ടീസ് ഇങ്ങനെ കാരാഗ്രഹത്തിൽ ഇരിക്കുകയാണ്. സോക്രട്ടീസിൻ്റെ സെനോഫനും ശിഷ്യന്മാരൊക്കെ ചുറ്റും ഇങ്ങനെ അവരിങ്ങനെ ഭയങ്കര കരച്ചിലാണ്. ആ സമയത്താണ് സോക്രട്ടീസിൻ്റെ ഭാര്യ സാന്തിപ്പെ കൈക്കുഞ്ഞുമായിട്ട് വരികയാണ്. ആ കുഞ്ഞിനൊന്ന് തലോടാനോ ഒന്നും തന്നെ സോക്രട്ടീസ് പോയില്ല. സോക്രട്ടീസ് അപ്പോഴും ഇല്ലേ വലിയ ചർച്ചകളിൽ ഇരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, ഈ ഭാര്യയും കൊച്ചിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു, കാരാഗ്രഹത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ. കാരണം അവളും കരച്ചിലാണ്, കൊച്ചു കരച്ചിലാണ്. നിങ്ങൾ ഈ കൊച്ചിനൊന്നും തലോടെങ്കിലും ചെയ്യുന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സോക്രട്ടീസ് തയ്യാറാകുന്നില്ല. ഈ ശിഷ്യന്മാരും കരച്ചിലാണ്. അപ്പുറത്ത് ഈ കൊല്ലാനുള്ള ഹാംലെറ്റ് എന്ന വിഷം കലർത്തുകയാണ് ഈ ആരാച്ചാരൻ. അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, ഇതങ്ങ് കുടിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ വിഷം ചെയ്തോളൂ. താങ്കളിത് കുടിച്ചാൽ മതി, മറ്റു കാര്യങ്ങളൊക്കെ വിഷം ചെയ്തോളൂ. അങ്ങനെ ഈ പട്ടാളക്കാരൻ, ഈ പറഞ്ഞ ആരാച്ചാര് വിഷം ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് അറിയാം ഈ മനുഷ്യൻ വിശുദ്ധനാണ്. സോക്രട്ടീസിനെ എല്ലാവരും വിശുദ്ധനായിട്ട് കണ്ടേ. അദ്ദേഹം വിശുദ്ധനാണെന്ന് കേട്ടിട്ട് എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ കൊല്ലാനായിട്ട് അനുവാദം കൊടുത്തത് ഈ ജനഹിത പരിശോധനയിൽ. അയാൾ വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കേട്ട് മടുത്തു. അത് ഇനി അങ്ങൊരു വേണ്ട, ഇവിടെ വിശുദ്ധന്മാരൊന്നും വേണ്ട. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ എഴുതി കൊടുത്തത്. എന്തുമാത്രം അപക്വമായിട്ടാണ് നമ്മൾ പെരുമാറുന്നത്, പ്രതികരിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. അപ്പോൾ ഈ ആരാച്ചാർക്കറിയാം സോക്രട്ടീസ് വിശുദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് മനസ്സ് വരുന്നില്ല. പക്ഷേ ഗവൺമെൻറ് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുറം തിരിഞ്ഞാണ് കൊടുക്കണേ വിഷം, പുറം തിരിഞ്ഞ്. അങ്ങനെ സോക്രട്ടീസ് വിഷം കയ്യിലെടുത്തു. അപ്പോഴാണ് ഓർത്തത്, അയൽപ്പക്കത്ത് ഒരു കോഴി വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല, അത് തിരിച്ചു കൊടുക്കണം, ഉത്തിരിപ്പ് കടമുണ്ടല്ലോ, തിരിച്ചു കൊടുക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങനെ മരിക്കുകയാണ്. എൻ്റെ ആത്മാവിനെ എൻ്റെ ഈ ശരീരമെന്ന കാരാഗ്രഹത്തിൽ നിന്നും വിടുതൽ നൽകുന്നതിന് ഞാൻ നന്ദി പറയുന്നെന്നും പറഞ്ഞിട്ടാണ് വിഷം കുടിക്കണേ. എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്ന, തടവിലിട്ടിരിക്കുന്ന ഈ ശരീരമെന്ന കാരാഗ്രഹത്തിൽ നിന്നും എന്നെ സ്വതന്ത്രമാക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. ശരിക്കും നമുക്ക് സന്തോഷമുണ്ടാകുന്നത് ആത്മാവ് ഈ ശരീരമെന്ന തടവറയിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ്. കർത്താവിന് മുമ്പിൽ ഈ മരണമെന്ന കാസ നീട്ടിയപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? അവൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ മരണമെന്ന കാസ മാറ്റിത്തരണമേ. കാരണം ക്രിസ്ത്യാനിക്ക് മരണം എന്ന് പറയുന്നത് ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ക്രിസ്തു ശരിക്കും മരണമെന്തെന്ന് അറിഞ്ഞ ആൾ ക്രിസ്തുവാണ്. നമുക്ക് ആർക്കും മരണമെന്തെന്ന് കൃത്യം പറയാൻ പറ്റുമോ? പറ്റില്ല. മരണമെന്തെന്ന് ശരിക്കും അറിയാവുന്ന ആളാണ് ക്രിസ്തു. ആ മരണമെന്ന കാസ കർത്താവിന് മുമ്പിൽ നീട്ടപ്പെട്ടപ്പോൾ അവൻ എന്തുമാത്രം 4 മണിക്കൂറാണ് പിതാവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയത്. കഴിയുമെങ്കിൽ ഈ കാസ മാറ്റിത്തായോ. അവസാനം പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും രക്തം വിയർത്താണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ 3 പ്രാവശ്യം മറ്റു ശിഷ്യന്മാരുടെ എന്നിട്ട് 4 മണിക്കൂർ കർത്താവിനെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നില്ലേ? അത്രമാത്രം അസ്വസ്ഥതയുള്ളത് കൊണ്ടാണ് ശിഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് അവർ ഉറങ്ങാണോ നോക്കിയത്. സാധാരണ കർത്താവിനങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നില്ലേ? ശിഷ്യന്മാർ ഉറങ്ങിയോ ഇല്ലെന്നോ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എന്താ കാര്യം? അത്രമാത്രം അസ്വസ്ഥതയുണ്ട്. ഈ മരണമെന്ന കാസ അതെന്താണ് കർത്താവിന് ശരിക്കും അറിയാം. ഗ്രീക്കുകാർ വിചാരിച്ചത് പോലെ ആത്മാവിന് ശരീരത്തിന് സ്വതന്ത്രമാക്കുന്നതല്ല മരണം. അത് കണ്ട് ഞെട്ടിപ്പോകുകയാണ് കർത്താവ്.
അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഗ്രീക്കുകാർ വിചാരിച്ചിരുന്നതും കർത്താവിന് എന്താണ് മരണം എന്നൊന്ന് അറിയാമായിരുന്നു. അപ്പം അത് മനസ്സിലാക്കാൻ, ഇത്രയും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഞാൻ എന്താണ് ക്രൈസ്തവ വിശ്വാസം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പം ഞാനത് പറഞ്ഞു വന്നത്, ദേഹം ഇല്ലേ, ദേഹി ദേഹത്തെ വിട്ടു മാറുന്നു, അതായത് നമ്മൾ വസ്ത്രം മാറുന്ന പോലെ മാറുന്നു. അങ്ങനെയാണ് ഈ ഹിന്ദു സഹോദരന്മാർ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഗ്രീക്കുകാരും വിശ്വസിച്ചിരുന്നത്. അതല്ല ക്രൈസ്തവ വിശ്വാസം. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ ഒരാളുടെ അമരത്വം പ്രാപിക്കുന്നത്, അതായത് ആത്മാവിന് സ്വയമേവ അമരത്വമുണ്ടെന്നും ഒരാളുടെ മരണശേഷം അയാളുടെ ആത്മാവാണ് അമരത്വം പ്രാപിക്കുന്നതെന്നും ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു. അതുതന്നെയാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല. അപ്പം നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ വിശ്വസിക്കുന്നതല്ല, ഗ്രീക്കുകാർ വിശ്വസിക്കുന്നതല്ല, പ്രൊട്ടസ്റ്റന്റുകാർ വിശ്വസിക്കുന്നതല്ല. ഇതൊന്നുമല്ല ക്രൈസ്തവ വിശ്വാസം. പിന്നെ എന്താണ് ക്രൈസ്തവ വിശ്വാസം? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.